ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിരണും എല്ലാവരും റിസൾട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ദീപയൊക്കെ ആണെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ആ സമയത്ത് അവർ റിസൾട്ട് അനൗൺസ് ചെയ്യും. കല്യാണി ആകെ ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ച് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. കാർത്തിക എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കിട്ടരുതെന്നുള്ള രീതിയിലാണെങ്കിലും അനിയത്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കാർത്തിക ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം അവർ റിസൾട്ട് അനൗൺസ് ചെയ്യുവാണ് കേട്ടോ. റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ കല്യാണിക്ക് തന്നെയാണ് ഫസ്റ്റ്. ഇത് കേൾക്കുന്ന സരയുവിന് കൂടെ ദേഷ്യം വരുവാണ്. സരയുവാണെങ്കിൽ ഇനി എന്തിനായി ടി വി വെച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് റിമോട്ട് തട്ടിപ്പറിച്ച് മേടിച്ച് ഓഫാക്കി വെക്കുവാണ്. കല്യാണിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. ഫസ്റ്റ് കിട്ടിയെന്ന് അറിയുമ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞ് ആകെ സന്തോഷിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഭയങ്കര സന്തോഷവും ചിരിയും കളിയൊക്കെയാണ്. അതേസമയം പ്രകാശനും അമ്മയും ആകെ തളർന്നു പോവാണ് കേട്ടോ. പിന്നെ ഈ നാശം പിടിച്ചോക്ക് തന്നെയാണോ എന്നുള്ള രീതിയിൽ ഇരിക്കുവാണ്. ശാരിയാണെങ്കിൽ എന്തൊരു ഗതികെട്ട അവസ്ഥയാണെന്നുള്ള രീതിയിൽ ശാരി ഇങ്ങനെ ഇരിക്കുവാണ്. അതേസമയം സരയു പറയുന്നുണ്ട് അവളുടെ ജീവിതം നശിക്കുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം അപ്പം നശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പം രാഹുൽ പറയുവാണ് അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, വിഷമിക്കേണ്ട, അവരെന്തായാലും അടിച്ചു പിരിയും, അവർ ദാമ്പത്യം തകരും എന്നൊക്കെ പറയുവാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ രാജകുമാരൻ വന്നിട്ട് ചോദിക്കുകയാണ് അച്ഛാ എന്തായി എന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയാണ് എന്ത് പറയാനാ, ഈ തവണയും കല്യാണിക്ക് തന്നെ കിട്ടി എന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രാജകുമാരന് തീരെ സഹിക്കുന്നില്ല. പിന്നെ നമ്മുടെ യാമിനി കല്യാണി ജയിച്ച സന്തോഷത്തിൽ എല്ലാവർക്കും പായസമൊക്കെ കൊണ്ട് കൊടുക്കുവാണ്. പായസമൊക്കെ കുടിച്ചിങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് കിരൺ പറയുന്നുണ്ട് എനിക്കിവിടെ പോകേണ്ടതായിരുന്നു, ഇപ്പം എനിക്ക് അവളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം നമ്മുടെ CS രൂപയും പറയുന്നുണ്ട് ഓണം ആയതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത കൊട്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നീ പോകാതിരുന്നേ, അല്ലെങ്കിൽ നിനക്കൂടെ പൊക്കൂടായിരുന്നു എന്ന് ചോദിക്കുമ്പം കിരൺ പറയാണ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത്രയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മേ എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് ആൽബി പറയുന്നുണ്ട് എന്തായാലും മറക്കാൻ പറ്റാത്തൊരു ഓണം തന്നെ നമുക്ക് ഈ വർഷം കിട്ടിയെന്നൊക്കെ പറയുവാണ്. രതീഷ് പറയുന്നുണ്ട് അത് നേരാം, എന്തായാലും ലേലം പോയതൊരു ചെറിയ സങ്കടമായിരുന്നു, പക്ഷേ അതിനും കൂടെ കൂട്ടി സന്തോഷമല്ലേ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നതെന്നൊക്കെ പറയുവാണ്. കാദംബരി പറയുന്നുണ്ട് നമുക്ക് സന്തോഷമാണ്, ഇത് കണ്ട് സങ്കടപ്പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും CS നമ്മുടെ യാമിനി ചേച്ചി ചോദിക്കുകയാണ് പടക്കവും പൂത്തിരിയൊക്കെ വേണ്ട സാറേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, അതിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല, എല്ലാം സെറ്റാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ കിരൺ പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യ എന്താ പറയുന്നതെന്നൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കല്യാണിയുടെ പ്രസംഗമാണ് കേട്ടോ കാണിക്കുന്നത്. കല്യാണി പറയുകയാണ് ഞാനെൻ്റെ ജീവിതത്തിൽ തൊട്ടറിഞ്ഞ പല പെൺകുട്ടികളും നേരിടുന്ന ഒരു പുറത്ത് പറയാത്ത എൻ്റെ സ്വന്തം ജീവിതമാണ് ഞാൻ വരച്ച് കാട്ടിയെന്നൊക്കെ പറയുവാണ്. എനിക്കന്നും താങ്ങും തണലുമായിട്ട് നിന്ന് എൻ്റെ അമ്മയാണെന്നും അത് കഴിയുമ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം കിരണാന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പം ദീപയ്ക്കും കിരണിനൊക്കെ ഒരുപാട് സങ്കടമാകുന്നുണ്ട്. CS ഇങ്ങനെ കിരണിനെ തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കളിയാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് നമ്മുടെ രാഹുൽ ആ കലിതുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശാരി പറയുകയാണ് ഇങ്ങേറെ ശുക്രദശയൊക്കെ തീർന്നു, അവളാണെങ്കിൽ തൊടുന്നതെല്ലാം പൊന്നാവുകയും ചെയ്യും, പടർന്ന് പന്തലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാഹുൽ പറയാണ് അതൊക്കെ ഞാൻ അവസാനിപ്പിക്കും, വലിയ താമസമില്ലാതെ അവരുടെ ഈ പടർന്ന് പന്തലിക്കലൊക്കെ തീരും എന്ന് പറയുമ്പം ശാരി പറയാണ് ഇനി എന്ത് പറയാനാ, നല്ല കാലത്ത് ഇങ്ങനെ ഓരോ പോഴത്തരം കാണിച്ചു വെച്ചിട്ട് അതിൻ്റെയൊക്കെ ഇപ്പം അനുഭവിക്കേണ്ടത് നമ്മളാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പം പെട്ടുപോകാനും കാരണം ഇങ്ങേരാന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് നമ്മുടെ സരയുവിനൊട്ട് സഹിക്കാൻ വയ്യാണ്ട് ഞാനിനി എന്തോ ചെയ്യുമെന്നുള്ള രീതിയിൽ അവിടെ ആകെ കലി തുള്ളിയിരിക്കുവാണ്. അതേസമയം രാത്രി CS കിരണൊക്കെ ഭയങ്കര ആഘോഷമാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് കല്യാണി വരുമ്പം ഒരു നല്ല സ്വീകരണം തന്നെ കൊടുക്കണം മോക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ സംസാരിച്ച് നിൽക്കുവാണ്. നമ്മുടെ കാർത്തികയാണെങ്കിൽ കല്യാണിയുടെ പരിപാടിയെല്ലാം ആരും കാണാതെ മറിഞ്ഞിരുന്ന് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പ്രകാശനങ്ങൾ വന്നിട്ട് പറയുകയാണ് ഇന്നൊരു മരണ ദിവസത്തിന് തുല്യമായി പോയി, അത്രയും മോശപ്പെട്ട ദിവസമെന്ന് പറയുമ്പം കാർത്തികൻ പറയുന്നുണ്ട് എനിക്കും അതെ, നാളെ രാവിലെ പത്രം ഇടണ്ട എന്ന് പറഞ്ഞാലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാജകുമാരൻ വന്നിട്ട് പറയുകയാണ് അതൊന്നും വേണ്ട, അമ്മൂമ്മ വെറ്റടിക്കുമ്പോൾ ആ കൂടെ എടുത്തിട്ട് കത്തിച്ച് കളയാൻ പറയാം എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് ഞാൻ പൊന്നുപോലെ എൻ്റെ പെമ്മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നേ, പറഞ്ഞിട്ടെന്താ കാര്യം, അവരൊക്കെ ഇതൊക്കെ മാറിപ്പോയി, എങ്കിലും അവർക്കൊക്കെ നല്ല കാലമാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കാർത്തിക ഒന്നും അറിയാത്ത രീതിയിൽ പറയുകയാണ് എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ പോയായിരുന്നല്ലോ, എൻ്റെ അച്ഛനെ ഇതുപോലെ ഉപദേശിച്ചു കൊടുത്ത ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു, പെൺമക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ട ചതുർത്ഥിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രകാശനും രാജകുമാരനും പരസ്പരം ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. വിക്രം എന്നിട്ട് പെട്ടോ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴേക്കും പ്രകാശം പറയാം എനിക്കങ്ങനെയൊന്നും ഇല്ലായിരുന്നു, പെങ്കൊച്ചെങ്കിൽ പെങ്കൊച്ച്, ഒരു കുഞ്ഞിനെ കിട്ടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പെങ്കൊച്ചുങ്ങളെ കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു എന്നൊക്കെ കള്ളം പറയുവാണ്. ആ സമയത്ത് വിക്രവും പറയുന്നുണ്ട് അതെ എന്നെക്കാളും അച്ഛൻ സ്നേഹിച്ച അവരെ രണ്ടുപേരെ ആയിരുന്നു എന്ന് പറയുമ്പം പ്രകാശൻ നൈസായിട്ട് പറയാം അത് നേരാ, എൻ്റെ പെൺമക്കളൊക്കെ നല്ല രീതിക്കായിരുന്നെങ്കിൽ അവരൊക്കെ ഇന്ന് എൻ്റെ കൂടെ കണ്ടേനെ
എന്നൊക്കെ പറയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ആ ചേച്ചിയുടെ എന്നിട്ട് ആ അമ്മൂമ്മയൊക്കെ എന്തെന്ന് ചോദിക്കുമ്പം കാലം അതിനൊക്കെ ഒരു മറുപടിയായിട്ട് അവർക്കൊരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലാക്കി. ഇപ്പോൾ അവരെയൊക്കെ നോക്കുന്ന ഞാനും എൻ്റെ അമ്മയും കൂടെ സംരക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രകാശം പറയാം, അതങ്ങനെ വരുള്ളൂ മോളെ, ഇതുപോലെയുള്ളവർക്കൊക്കെ അവസാനം ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും മോളുടെ മുമ്പിൽ തന്നെ വന്നില്ലേ എന്ന് പറയുമ്പം നമ്മുടെ കാർത്തി പറയാണ്, അതെ അതെ. എന്നിട്ട് കാർത്തി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, നിന്നെക്കുറിച്ചൊക്കെ തന്നെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.